അല്ല, ആരൊരു ഗൾഫോ? ഭയങ്കര ചൂടല്ലേ? അതെ അതെ, ഭയങ്കര ചൂട്. ശരിക്കുള്ള ചൂട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇരിക്കെ, ഇഷ്ടമുള്ള ഞാൻ നിന്നോളാം. ഇരിക്കെ. രജിസ്റ്റർ ചെയ്യുന്ന കാര്യമൊക്കെ അറിയാം. എല്ലാം നന്ദിനിയുടെ പേർക്ക് തന്നെ എഴുതി വെച്ചല്ലോ. ഞാൻ പിന്നീടാണ് ഓർത്തത്, ഇത്ര പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതെ അതെ, ഇപ്പൊ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അല്ല, നാട്ടുകാരൊക്കെ ചോദിക്കുന്നു മരുമോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മാവൊന്നും തന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു മരുമോൻ കൊണ്ടു നോക്കാൻ എയർപോർട്ട് കെട്ടിക്കിടക്കുകയാണെന്ന്. അതുകൊണ്ട് എത്താറായില്ലേ ഇതുവരെ? എത്തും എത്തും, അത് പിന്നെ എത്താണ്ടിരിക്കും. അപ്പോ നീ നന്ദിനിയെ കല്യാണം കഴിച്ചോണ്ട് പോകും അല്ലേ? അതെന്താ അമ്മാവ അങ്ങനെ ചോദിച്ചത്? കല്യാണം കഴിഞ്ഞാൽ നന്ദിനിയെ കൊണ്ടുപോകുമോ എന്നാ ചോദ്യം. സംശയം എന്താ? കാറ്, ക്വാർട്ടേഴ്സ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി ആന്റിന എല്ലാം കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ട് വന്നിരിക്കല്ലേ? പക്ഷെ മോനെ, നന്ദിനിക്ക് പാസ്പോർട്ട് ഇല്ലല്ലോടാ. പാസ്പോർട്ട് നമുക്ക് 1-2 വേണമെങ്കിൽ ശരിയാക്കാം. നിന്റെ ഇപ്പോഴത്തെ സ്വാധീനവും AC-യും TV-യും പിന്നെ ആന്റിന അതൊക്കെ വെച്ച് നോക്കുമ്പോ പാസ്പോർട്ട് ഇല്ലാതെ തന്നെ നന്ദിനി ഗൾഫിലെത്താനുള്ള സാധ്യതയുണ്ട്. നിനക്കെന്താ ഇരിപ്പുറക്കാ? ഇരിക്കേ. അമ്മാവൻ അറിഞ്ഞോ? അറിഞ്ഞു. എന്തോന്ന്? നീ എന്തൊന്നും അറിഞ്ഞെന്ന് ചോദിച്ചാ അത് തന്നെ. അയ്യോ അതല്ല അമ്മാവ, നമ്മുടെ മാളികേക്കിലെ ശിവാനന്ദനില്ലേ, അവൻ ദുബായിലാണെന്നും പറഞ്ഞ് ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിച്ചു. അന്വേഷിച്ചു നോക്കിയപ്പോ അവന് ബോംബെയിൽ കരിക്ക് വെച്ചോടാ. ഒന്നുമില്ലേലും അവന് കച്ചവടത്തിലും ഉണ്ടല്ലോ. ഇതൊന്നുമില്ലാത്ത ചില തെണ്ടികള് ഗൾഫിന്റെ പേരും പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കാറിയിട്ടുണ്ട്. ഇവനെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി മുളയരച്ച് തേച്ച് ചൂറിന് ചൂടാക്കി നല്ല 10 പേടേക്ക് പിടയ്ക്കണം. നിനക്കെന്ത് തോന്നുന്നു? അല്ല, കുനിച്ചു നിർത്തണോ? വേണം. നിനക്കെന്താ ഒരു വിഷമം? ഞാനെന്തിനാ വിഷമിക്കുന്നത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനിയും ഒരുപാട് ആളുകൾക്ക് കല്യാണക്കത്ത് കൊടുക്കാം. ആയിക്കോട്ടെ, അത് മുടക്കണ്ട. അല്ല അച്ഛനാ, നിനക്ക് നിന്റെ അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ മോനെ? ഇല്ല. എന്താ മാവ? നിന്നെ പോലെ തന്നെ ഒരു കൊച്ചു മിടുക്കനായിരുന്നു. 10 ഗുണം 10 ഗുണം. അച്യുതാ, അമ്മായി ഒന്ന് അത് ഞാൻ പറഞ്ഞോളാം നീ വന്നിരുന്നു.